ഞങ്ങളുടെ ഹെൻസ് ബേബിക്ക് ഇന്ന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവുകയാണേ. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മൾ ഹെൻസ് ബേബിയുടെ മുടി ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹെൻസ് ബേബിക്ക് ഈ മുടി ഇങ്ങനെ നന്നായിട്ട് വളർന്നു കിടക്കുന്നതുകൊണ്ടാണോ എപ്പോഴും ഇങ്ങനെ പനിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം നമ്മളൊക്കെ ഒരു പരീക്ഷണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് തുടങ്ങി വെച്ചതാണ്. ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ കരുതി ഈ ഒരു ശ്രമം പാളിപ്പോകുന്നേ. പക്ഷേ പിന്നീട് ഹെൻസ് ബേബി നമ്മളുമായിട്ട് നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ടായിരുന്നേ. ഹെൻസിബീൻ്റെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തെങ്കിലും ആൾ കൂടുതലും ഫോക്കസ് ചെയ്തത് ഈ ട്രിമ്മറിലേക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ട്രിമ്മർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഹെൻസിൻ്റെ ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ ഹെൻസിന് വരുന്ന മേക്ക് ഓവർ ഹെൻസ് പോലും അറിയാതെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ. ആദ്യമൊക്കെ ഹെൻസിപ്പിക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ആൾക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ട് ആൾ വയലൻ്റായി തുടങ്ങി കേട്ടോ. ഹെൻസിപ്പിക്ക് ഇങ്ങനെ ബലമായിട്ട് പിടിച്ച് വെച്ചിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണോ ഇനി ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ ആൾ ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഹെൻസിബി കരഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എൻ്റെ ഫാദർ ലോ ആണ് കേട്ടോ. ആൾക്ക് കുട്ടികളെ കരയിപ്പിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ആൾ ഹെൻസിബിയെക്കാട്ടിയും ബഹളം വെച്ചുകൊണ്ടേയിരുന്നു, മതി മതി എന്ന് പറഞ്ഞിട്ട്. എന്തായാലും തുടങ്ങി വെച്ചു. അപ്പം പിന്നെ അത് നല്ല രീതിയിൽ എൻഡിങ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ബലം പിടിക്കേണ്ട വന്നു കേട്ടോ ഹെൻസ് ബേബീനെ. അങ്ങനെ ഞങ്ങളെ 3 പേരുടെയും കഠിന പ്രയത്നത്തിനൊടുവിൽ ഞങ്ങൾ ഹെൻസ് ബേബീനെ ഒരു ചുന്ദര കുട്ടനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഹെൻസ് ബേബീനെ കുറച്ച് നേരം കരയിപ്പിക്കേണ്ട വന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നേ. എന്നാലും ആൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് സുന്ദര കുട്ടപ്പനായപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഹെൻസിബിയുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ കുറച്ച് നേരം ഡോറയായിട്ട് കളിപ്പിച്ചതിന് ശേഷം കേട്ടോ ആളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഹെൻസിബിയുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.